ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി പ്രജിത്ത്. അപ്പോൾ ഇന്ന് ഞാനൊരു ജാതിക്ക വൈനാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജാതിക്ക തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിനൊരു ജാതിക്ക കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സീസൺ അല്ല, അപ്പോൾ ഇത് സ്പ്ലിറ്റായിട്ടൊന്നും ഇല്ല, ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് ഫുൾ ഉള്ള സമയമാകുമ്പോൾ ഇങ്ങനെ ബൾബ് പോലെ ഫുള്ള് തൂങ്ങി നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ജാതിക്കയുടെ തൊണ്ട് വെച്ചാണ് ഞാൻ ഇന്ന് വൈൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ ജാതിക്ക വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വൈനിനേക്കാളും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വൈനാണ്. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ഒരു വൈനാണ് ഈ ജാതിക്ക വൈൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ട്രബിൾസ്, ഇൻഡൈജഷനൊക്കെ മാറാനായിട്ട് നമ്മളെ സഹായിക്കും. ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് വല്ല ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദഹിച്ചില്ല എന്നൊക്കെ ആണെങ്കിൽ ഒരു ഔൺസോളം ഈ ജാതിക്ക വൈൻ കുടിച്ചാൽ മതി, വേഗം തന്നെ അത് മാറിക്കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ അധികം കുടിക്കരുത്. നമുക്ക് വൈനൊക്കെ കുടിക്കുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. കുറേ അധികം കുടിച്ചു കഴിഞ്ഞാൽ അതിനത് തലക്കടിക്കും. ഇത് വൈനായാലും നമ്മളൊരു പരിധിയിലും കൂടുതൽ കുടിക്കാൻ പാടില്ല. അപ്പോൾ വൈൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ജാതിക്ക വൈൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. ഇതാണ് ജാതിക്ക. ഇത് നമ്മളിവിടെ 1 കിലോ ആണ് എടുക്കുന്നത്. ഇത് നമുക്ക് വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം. ഇതിവിടെ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര 1 കിലോ, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 5 ടേബിൾ സ്പൂൺ ഗോതമ്പ് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതിക്ക നമ്മൾ അരിഞ്ഞ് അത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാതിക്ക എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സെൻറ്റർ പോർഷൻ ഒരു വരയുണ്ട്, ആ വരയിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നോർമലി ജാതിക്ക വിണ്ട് വരും, ആ തൊണ്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ളൊരു ജാതിക്ക എടുത്തിരിക്കുന്നത്. ഇതാണ് ജാതിക്കായ. ഇതിൻ്റെ മുകളിലുള്ള ഈ റെഡ് കളർ ഇല്ലേ, അതാണ് പത്രി, ജാതിപത്രി. അപ്പോൾ നമുക്ക് ജാതിക്ക എങ്ങനെ അരിയാമെന്ന് നോക്കാം. ആദ്യം ഇത് കുരു കളഞ്ഞതിന് ശേഷം ഇതെടുത്ത് കഴുകണം. ഓക്കെ, നല്ലപോലെ ക്ലീൻ ചെയ്യണം. നോർമലി ഇത് ഇങ്ങനെ അടർത്തിയെടുക്കേണ്ട കാര്യം വരില്ല, ഇത് വിണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇത് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞ് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജാതിക്ക വൈൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ജാതിക്ക തൊണ്ട്. ഇത് കുറച്ച് നേരം ചതച്ച് വയ്ക്കുമ്പോൾ കളറൊന്ന് ബ്രൗൺ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഭരണി എടുത്ത് കഴുകി നല്ലപോലെ ഉണക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ജാതിക്ക ഇടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ജാതിക്ക തൊണ്ട് ഇതിലേക്ക് ഇടാം. അതിൻ്റെ മുകളിലേക്കായി പഞ്ചസാര ഇടാം. ഇവിടെ ഞാൻ 1 കിലോ ജാതിക്കയ്ക്ക് 1 കിലോ പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 1.5 കിലോ പഞ്ചസാര എടുക്കാം. പൊതുവേ വൈനിലൊക്കെ മധുരം കുറവായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് ഗോതമ്പാണ്. ഗോതമ്പ് ഞാൻ ഇതുപോലെ ചെറുതായി ഒന്ന് ചതച്ചാണ് വെച്ചിരിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ഗോതമ്പുണ്ട് 1 കിലോ ജാതിക്കയ്ക്ക്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈസ്റ്റും ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈസ്റ്റ് ഞാൻ ഈ ചെറു ചൂടുവെള്ളത്തിൽ തന്നെ തിളപ്പിച്ചാറിയ വെള്ളമാണ്, അതിൽ തന്നെ കലക്കിയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാതിക്ക വൈൻ ഉണ്ടാക്കുന്ന മെയിൻ പ്രൊസീജിയർ. ഇനി ഇത് നമുക്ക് 21 ദിവസം എടുത്തു വയ്ക്കണം. എല്ലാ ദിവസവും നമ്മൾ മരത്തവി കൊണ്ട്
ഇളക്കി കൊടുക്കണം. മറക്കരുത്, എല്ലാ ദിവസവും മറക്കാതെ തന്നെ ഇളക്കണം. 5 മിനിറ്റോളം ഇളക്കണം. അത് മരത്തവി നനയാൻ പാടില്ല. നല്ല ഉണങ്ങിയ തവി വെച്ച് തന്നെ മരം കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ യൂസ് ചെയ്യുന്ന ഭരണിയിൽ 3/4 ഭാഗം മാത്രമേ ഈ വൈൻ കെട്ടുന്നത് നിറയ്ക്കാൻ പാടുള്ളൂ. കാരണം ഇത് ഓരോ ദിവസം ഫെർമെൻ്റായി പൊന്തി വരും. അപ്പോൾ ഇത്ര അളവേ പാടുള്ളൂ. എൻ്റെ നോക്കി ഞാൻ ഇട്ടിരിക്കുന്നത് 3/4 ഭാഗമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഭരണി ആ സൈസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് ഇത് അരിച്ചെടുക്കാം. അതെങ്ങനെയാണെന്നുള്ള പ്രൊസീജിയർ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ട് വെച്ച വൈൻ. ഇത് നമ്മൾ ഡെയിലി ഇങ്ങനെ ഒരു മരത്തവി വെച്ച് ഇളക്കി കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റീൽ വെച്ച് ഇളക്കരുത്. പിന്നെ നമ്മൾ ഈ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന തവി ഉണ്ടാവില്ല, അതൊന്നും വെച്ച് ഇതിൽ ഇളക്കരുത്, വൈൻ കേടായി പോവും. അപ്പോൾ പ്രത്യേകം ഒന്നല്ലെങ്കിൽ ഒരു പുതിയ തവി വാങ്ങുക, അല്ലെങ്കിൽ ഞാൻ എടുത്ത പോലെ ഒരു മുളയുടെ ഒരു വടി വെച്ചിട്ടാണ് ഞാനിതിവിടെ സ്ഥിരം വൈനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ 20 ദിവസം ഡെയിലി ഇങ്ങനെ ഒരു തവണ ഇളക്കി കൊടുക്കണം. 21-ാം ദിവസം നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ 21-ാം ദിവസമാണ് ഇന്ന്. വൈൻ നമ്മുടെ റെഡിയാണ്, കണ്ടോ, തെളിഞ്ഞു വന്നിട്ടുണ്ട് മുകളിലേക്ക്. നമുക്കിനി ഈ വൈനൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് അരിച്ചൊഴിച്ചതിന് ശേഷം ഈ ഭരണി ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം അരിച്ചു വെച്ചത് ഇനിയും 21 ദിവസം കൂടി നമുക്ക് ഒഴിച്ചു വെക്കണം. അപ്പോൾ ഞാൻ വൈൻ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം, അതിലുണ്ടാവും ഇനിയും ജ്യൂസ്. ഇനി നമുക്ക് ഈ അരിച്ചു വെച്ചത് ഭരണി കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം സെയിം ദിവസം തന്നെ ഭരണിയിൽ വീണ്ടും ഒഴിച്ചു വെച്ച് പിന്നെ ഇളക്കൊന്നും വേണ്ട, അടുത്ത 21-ാം ദിവസം നമുക്ക് വീണ്ടും ഇത് എടുക്കാം. അപ്പോൾ വൈൻ ഭരണിയിലേക്ക് ഞാൻ പകർത്തി വെക്കുകയാണ്. ഇനി ഇതൊരു 21 ദിവസം നമ്മൾ എനക്കാതെ തൊടാതെ വെച്ചിട്ട് 21-ാം ദിവസം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് അടുത്ത 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈൻ റെഡിയാണ്. നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം, പക്ഷെ അതിലും നല്ലത് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലും വൈൻ ഇങ്ങനെ കുപ്പികളിലാണ് നിറച്ച് വയ്ക്കാറ്. ഇങ്ങനെയുള്ള ചില്ല് കുപ്പികളിലാണ് നിറച്ച് വയ്ക്കാറ്. ഇത് ഏകദേശം 3-4 കുപ്പി കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണാം. ഞാനിവിടെ ഒരു ലെവലിംഗ് പൈപ്പാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ലെവലിംഗ് പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് വൈൻ എടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടാനില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ലിക്വിഡ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ വൈൻ നല്ല ക്ലിയർ ലിക്വിഡായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടാണ് വരുന്നത്. ചെറുതായിട്ടൊന്ന് ഊതി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ ഇതാവുമ്പോൾ നമുക്ക് ലിക്വിഡ് ഇതാ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുപ്പിയിലേക്ക് ഞാൻ ഇങ്ങനെയാണ് പകർത്താറ്. അപ്പോൾ അതേ നമുക്ക് ഏകദേശം 3.5 കുപ്പിയോളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല കളറൊക്കെ കണ്ടോ, നല്ല തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഭരണിയിൽ കുറച്ച് ബാക്കിയുണ്ട്, അത് എടുക്കുന്നില്ല, അത് ജസ്റ്റ് അരിച്ചെടുക്കാനാണ്. അപ്പോൾ ഇതിനി നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. നല്ല വീര്യമുള്ള ഒരു വൈനാണ്. പിന്നെ ഡൈജഷന് വളരെ നല്ല വൈനാണ് ഇത്. ഇതാണ് നമ്മുടെ ജാതിക്ക വൈൻ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഫുള്ള് കുടിക്കാൻ തോന്നും, പക്ഷേ അധികം കുടിക്കരുത്. എപ്പോഴും ഈ ഒരു ക്വാണ്ടിറ്റി ഇത് തന്നെ അധികമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ജാതിക്ക. ഇങ്ങനെയുള്ള ഈ ജാതിക്കയുടെ തൊണ്ട് വെച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ജാതിക്ക ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഈ തൊണ്ടൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്ന് എന്തായാലും ഒരു പ്രാവശ്യം വൈനിട്ട് നോക്കണം. ഒരു വെറൈറ്റി ഫ്ലേവറാണ്. നമുക്ക് ആ ജാതിക്ക അല്ലെങ്കിൽ നട്ട്മാഗ് എന്ന് പറയുന്നതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ടാവും. ആ ഫ്ലേവറാണ് നമുക്ക് ഈ വൈനിൽ കിട്ടുക. ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇതിലൊരു ഫ്ലേവർ കിട്ടാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടി നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ.